പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ കടൽ മയൂരം എന്ന കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പ്രൊഫസർ രേണുകാദേവി സിംഗപ്പൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന ധനശാസ്ത്ര വിദഗ്ധരുടെ അന്താരാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചുവെന്ന് കേട്ടപ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ അന്താളിച്ചുപോയി. രേണുക ഒരു ഹൃദ്രോഗബാധയിൽ നിന്ന് രക്ഷപ്പെട്ടത് വെറും 3 മാസം മുമ്പാണ്. രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും നിത്യേന ഔഷധങ്ങൾ അകത്താക്കിയും പഥ്യാഹാരം മാത്രം കഴിച്ചും ഏറ്റവും ജാഗ്രതയോടെ ജീവിക്കുന്ന ഒരു വൃദ്ധ കന്യകയായിരുന്നു അവർ. 55 വയസ്സു കഴിഞ്ഞപ്പോൾ സ്വമേധയാ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് തൻ്റെ മനസ്സിന് ഇണങ്ങിയ സാമൂഹ്യ പ്രവർത്തനത്തിൽ ജീവിത ചാരിതാർത്ഥ്യം കണ്ടെത്തിയ മാന്യ യുവജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നവൾ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അഭ്യസ്തവിദ്യകളായ സ്ത്രീകളെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും ഒരു ജാഥയായി നടത്താറുള്ള സ്ത്രീ വിമോചന സമരസേനാനി, വാർത്തേതര മാധ്യമങ്ങളുടെ പ്രിയങ്കരി. രേണുകാദേവി നഗരം വിട്ടുപോയാൽ ക്രമസമാധാന നില തകരുകയില്ലേ? വാക്കാലും ചിന്തയാലും സദാചാര വിരുദ്ധർ സ്ത്രീകളെ അപമാനിതകളാക്കുകയില്ലേ? ആരുടെ ഗൽഗതം കലർന്ന ശബ്ദമാണ് അക്രമത്തിനും അനീതിക്കുമെതിരെ തെരുവുകളിലും അരങ്ങുകളിലും മുഴങ്ങുക? രേണുകാദേവി ഒരാഴ്ചക്കെന്നല്ല, ഒരു ദിവസത്തിനും കൂടി നഗരം വിട്ടുപോകാൻ പാടില്ലെന്ന് അവരുടെ ആരാധകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചൂഷിതരായ സ്ത്രീവർഗത്തിന് ഒരു രക്ഷാകർത്തൃ ഇല്ലാതാവും. ചെയിൻ തട്ടിപ്പറിക്കലും ബലാത്സംഗവും വർദ്ധിക്കും. രേണുക ഒരവിവാഹിതയായി ജീവിച്ചതിൻ്റെ ഹേതു ദാരിദ്ര്യമോ വൈരൂപ്യമോ അല്ലായിരുന്നു. സമ്പന്നനായ ഒരച്ഛൻ്റെ ഏകപുത്രിയായി ജനിച്ച് സകലവിധ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു തന്നെയാണ് അവർ വളർന്നത്. പക്ഷേ താൻ മറ്റു പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തയാണെന്ന് രേണുക ബാല്യകാലം മുതൽക്കേ വിശ്വസിച്ചു വന്നു. അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതുവരെ താൻ വിവാഹം കഴിക്കുകയില്ലെന്ന് അവർ ശഠിച്ചു. തനിക്ക് ആദരിക്കുവാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിയെ മാത്രമേ താൻ ഒരു ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് രേണുക ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു. വെറും ഒരു സാധാരണക്കാരൻ്റെ ഭാര്യയും അയാളുടെ കുട്ടികളുടെ അമ്മയുമായി ജീവിതം നയിക്കുന്നതിലും ഭേദം അവിവാഹിതയായി മനസമാധാനത്തോടെ സ്വഗൃഹത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾക്കിടയിൽ കഴിയുകയാണെന്ന് അവർക്ക് എന്നേ തോന്നിയിരുന്നു. അങ്ങനെ ശൃംഗാരം എന്തെന്നറിയാതെ, അനുരാഗം എന്തെന്നറിയാതെ രേണുക വളർന്നു. സുന്ദരിയായി, സുന്ദരിയല്ലാതെയുമായി, യുവതിയായി, യുവതിയല്ലാതെയുമായി. തൻ്റെ മുടിയിൽ നരച്ച ഇഴകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോഴും രേണുകയ്ക്ക് ദുഃഖം അനുഭവപ്പെട്ടില്ല. കണ്ണാടിയിൽ തൻ്റെ പ്രതിഫലനത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, സാരമില്ല, എൻ്റെ മുഖത്ത് ചുളിവുകൾ വന്നു തുടങ്ങിയിട്ടില്ല. അവർ വില പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇഷ്ടപ്പെട്ടു. ബിന്നിയുടെ പട്ടുകളോടായിരുന്നു രേണുകയ്ക്ക് ഭ്രമം. വക്കത്ത് നേർത്ത കസവുകരകളുള്ള സാരികൾ, ഇളം നിറങ്ങളുള്ളവ, ആകാശ നീല, മയിൽപീലി നീല, കടലിൻ്റെ നീല മുതലായ വർണ്ണങ്ങളിൽ ഒരു പുതിയ പട്ടുസാരി പാർത്താസിൽ വന്നെത്തിയാൽ ആ ഷോപ്പിലെ ഒരു മേലധികാരി രേണുകയെ ആ വിവരം ഉടനെ തന്നെ ഫോണിൽ അറിയിക്കാറുണ്ടായിരുന്നു. വില 2000 രൂപയാണെങ്കിലും അത് രേണുക ടീച്ചർ വാങ്ങുമെന്ന് അവിടെയുള്ളവർക്കറിയാമായിരുന്നു. പുതുവസ്ത്രങ്ങളിൽ നിന്ന് ഉയരുന്ന ആ പ്രത്യേക മണം രേണുകയെ ഉന്മത്തയാക്കി. വീഞ്ഞു കുടിച്ചാൽ എന്ന പോലെ ഒരു ലഹരി അവർ പുതിയ പട്ടുകൾ ധരിക്കുമ്പോഴും അനുഭവിച്ചു. മാംസളങ്ങളല്ലാത്ത കവിളുകൾ ചന്ദനമണമുള്ള ഒരു പൗഡർ തേക്കാറുണ്ടായിരുന്നു. ബാക്കി ഒരു സൗന്ദര്യലേപനവും അവർ ഉപയോഗിച്ചിരുന്നില്ല. കഴുത്തിൽ ഒരരഞ്ഞാൺ ചെയിനിൽ ആലില കൃഷ്ണൻ്റെ രൂപത്തിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. തൻ്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആ ലോക്കറ്റ് കൈകൊണ്ട് തടവുക അവരുടെ ഒരു പ്രത്യേക ശീലമായിരുന്നു. കിടക്കുമ്പോഴും ഏകയായി വല്ലയിടത്തും വിശ്രമിക്കുമ്പോഴും അവർ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ എന്ന് ഉരുവിടാറുണ്ടായിരുന്നു. വലിയമ്മ സിംഗപ്പൂർക്ക് പോവാൻ തന്നെ നിശ്ചയിച്ചു ഇല്ലേ? അനുജത്തിയുടെ മകളും 21 വയസ്സുകാരിയുമായ ശിവ ചോദിച്ചു.
അവൾ രേണുകയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച അവൾ രേണുകയുടെ കൂടെ ചെലവഴിക്കാറുണ്ടായിരുന്നു. മറ്റു ദിവസങ്ങളിൽ അവൾ തൻ്റെ ഹോസ്റ്റലിൽ തന്നെ തങ്ങി. ശിവ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. വലിയമ്മയെ സിനിമ കാട്ടുവാൻ കൊണ്ടുപോവുക, വലിയമ്മയുടെ കൂടെ അതിരാവിലെ ചെങ്കല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോവുക മുതലായ കടമകളും ഏറ്റവും ശുഷ്കാന്തിയോടെ അവൾ നിറവേറ്റി. രേണുക തൻ്റെ പഴയ രോമസാൽവ സർഫ് കലക്കിയ വെള്ളത്തിൽ കഴുകി വെളുപ്പിക്കുകയായിരുന്നു. അവർ മുഖമുയർത്തി ശിവയെ നോക്കി ഒരു പുഞ്ചിരി തൂകി. പോവാതെ പറ്റില്ല. ലോകപ്രസിദ്ധി സമ്പാദിച്ച ധനശാസ്ത്ര വിദഗ്ധരൊക്കെ ആ സമ്മേളനത്തിൽ പങ്കുകൂടും. ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ലെങ്കിൽ അതിൻ്റെ അപമാനം ഇന്ത്യക്കാണ്, രേണുക പറഞ്ഞു. പോയിക്കോളൂ, പക്ഷെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി ഒരു നിമിഷത്തിനകം മറന്നു പോകരുത്. വെയിലത്ത് നടന്നാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുമെന്നും മധുര പലഹാരങ്ങൾ ആർത്തിയോടെ തിന്നുപോയാൽ പിറ്റേന്നാൾ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുമെന്നും ഓർത്തുകൊണ്ടിരിക്കണം. 2 മാസം മുമ്പാണ് ആശുപത്രി വിട്ടത്, ശിവ പറഞ്ഞു. നീ പേടിക്കരുത്, ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരാഴ്ച കഴിഞ്ഞാൽ മടങ്ങിയെത്തും, രേണുക പറഞ്ഞു. എന്തിനാണ് ഈ പഴയ സാൽവ കഴുകി വെളുപ്പിക്കുന്നത്? വലിയമ്മയ്ക്ക് കടും നിറങ്ങളാണ് ചേരുക. ഒരു ചുവന്ന സാൽവ ഇന്നു തന്നെ വാങ്ങിക്കുക. ഒരു കാശ്മീർ ഷോൾ. കോവളത്ത് ഒരു ഹോട്ടലിനകത്ത് കാശ്മീരികളുടെ ഒരൊന്നാന്തര കടയുണ്ട്. 1000 രൂപയിലധികം വില കൊടുക്കേണ്ടി വരില്ല, ശിവ പറഞ്ഞു. 1000 രൂപയോ? അത്ര വില കൊടുത്തൊരു സാൽവ ഞാൻ വാങ്ങിക്കുകയില്ല. അവിടെ ചെന്ന് ചെലവിടാൻ $500 ഞാൻ റിസർവ് ബാങ്കിൻ്റെ അനുവാദത്തോടെ എടുക്കുന്നുണ്ട്. വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടലിലെ മുറിയുടെ വാടകയ്ക്കായും സംഘാടകർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പക്ഷേ ഭക്ഷണത്തിനോ? അതിൻ്റെ ചെലവ് ഞാൻ തന്നെ ഏൽക്കേണ്ടി വരുമോ? ഷോപ്പിങ്ങിനും ഭക്ഷണത്തിനും കൂടി $500 ചെലവ് ഒതുക്കാമോ? എനിക്ക് അല്പം പരിഭ്രമം തോന്നുന്നുണ്ട്, രേണുക പറഞ്ഞു. അത്ര മതി ഷോപ്പിംഗ്. എനിക്കായി പണം ചെലവാക്കരുത്. എനിക്ക് വിദേശീയ വസ്തുക്കൾ ഉപയോഗിക്കുവാൻ യാതൊരു താല്പര്യവുമില്ല, ശിവ ഉദാസീനതയോടെ അഭിപ്രായപ്പെട്ടു. നിനക്കായി 2 മെയ്ഡൻ ഫോം ബ്ര വാങ്ങിക്കൊണ്ടുവരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ലേസ് വെച്ച ബ്ര ഇന്ത്യയിൽ കിട്ടുകയില്ലല്ലോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, നിറം വെളുപ്പിക്കാനുള്ള ക്രീം. അയ്യോ വലിയമ്മ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ബ്ര ധരിക്കാറേ ഇല്ല. ലിപ്സ്റ്റിക്ക് ഒരിക്കലും ഉപയോഗിക്കുകയുമില്ല. വെളുക്കുവാൻ ഞാൻ ആശിക്കുന്നുമില്ല. എനിക്ക് വേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിച്ച പണം കൊണ്ട് വലിയമ്മ നല്ല ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷിക്കണം. ആരോഗ്യവതിയായി എൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക, ശിവ ചിരിച്ചുകൊണ്ട് പറയുന്നു. വലിയമ്മയുടെ പെട്ടിക്ക് മീതെ അവൾ കയറിയിരുന്നു. 2 തവണ വെറുതെ തുള്ളി. എന്നിട്ടും പെട്ടി നേരാവണ്ണം അടങ്ങില്ല. ഒടുവിൽ പെട്ടി പൂട്ടാറായപ്പോൾ അതെടുത്തു പൊക്കിയ രേണുക വേദനയാൽ പുളഞ്ഞു. ഇതും താങ്ങിക്കൊണ്ട് വിമാനത്താവളത്തിൽ ഞാനെങ്ങനെ നടക്കും? അവിടെ കൂലികളെ കിട്ടില്ലെന്നു കേട്ടിട്ടുണ്ട്, രേണുക പറഞ്ഞു. ഒരു പെട്ടിക്ക് പകരം 2 ചെറിയ പെട്ടികൾ കൊണ്ടുപോവാൻ ശിവ ഉപദേശിച്ചു. ഓരോ കയ്യിലും ഓരോ പെട്ടി. 2 പോളിയസ്റ്റർ സാരികളും ഒരു പട്ടുസാരിയും എടുത്താൽ മതി, ശിവ പറഞ്ഞു. ഞാൻ പരമദരിദ്രയാണെന്ന് മറ്റു പ്രതിനിധികൾ വിശ്വസിക്കും, രേണുക പിറുപിറുത്തു. ദരിദ്ര രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി ഒരു സമ്പന്നയെ പോലെ പോകണമെന്നില്ല, ശിവ പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ തനിക്ക് ശിവയോട് കലശലായ നീരസം തോന്നാറുണ്ട് എന്നു രേണുക ഓർത്തു. അവളുടെ ലളിതമായ ജീവിത രീതിയെ അവർക്ക് ശ്ലാഘിക്കുവാൻ സാധിച്ചിരുന്നില്ല. പെൺകുട്ടികളുടെ സ്വാഭാവിക ചാരുത ഗാന്ധിസം മുരടിപ്പിച്ച് നശിപ്പിക്കുമെന്ന് അവർ ശിവയോട് ഒരിക്കൽ പറഞ്ഞു. വലിയമ്മ ഗാന്ധിസത്തെ പറ്റി കഴിഞ്ഞ മാസം VJT ഹാളിൽ വെച്ച് പുകഴ്ത്തി പ്രസംഗിച്ചപ്പോൾ പിന്നിൽ കാണികൾക്കിടയിൽ ഞാനും ഉണ്ടായിരുന്നു, ശിവ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു. രേണുകയെ യാത്രയാക്കുവാൻ വിമാനത്താവളത്തിൽ വിദ്യാർത്ഥി നേതാക്കന്മാരും സാമൂഹിക പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അകത്തേക്ക് കടത്തുവാൻ വിമാനത്താവളത്തിലെ പോലീസുകാർ വിസമ്മതിച്ചു. രാജ്യരക്ഷാ നടപടികൾക്കനുസരിച്ച് ഒരു യാത്രക്കാരന് താൻ അവശനാണെങ്കിൽ മാത്രം ഒരു സഹായി. ടീച്ചർ മടങ്ങുമ്പോൾ ഞങ്ങൾ വിമാനത്താവളത്തിൽ വരാം, അവർ വിളിച്ചു പറഞ്ഞു. വേണ്ട, ഞാൻ ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോവും. അവിടെ വെച്ച് കാണാം. ആരും വരേണ്ടതില്ല, രേണുക വിളിച്ചു പറഞ്ഞു. ഞാൻ വരാം, ശിവ പറഞ്ഞു. വിമാനത്തിൽ സാധാരണയായി VIP-കൾ ഇരിക്കാൻ തിരഞ്ഞെടുക്കാറുള്ള 3 സീറ്റുകളിൽ ഒന്നിൽ തന്നെ പ്രൊഫസർ രേണുകാദേവി ആസനസ്ഥയായി.
വല്ല മന്ത്രിമാരെയും പരിചയപ്പെടാമെന്ന് കരുതി ചുറ്റും കണ്ണോടിച്ചപ്പോൾ തൻ്റെ വലതുവശത്ത് ഇരുന്ന് പത്രം വായിക്കുന്ന യുവാവിനെ മാത്രമാണ് രേണുകയ്ക്ക് കാണുവാൻ കഴിഞ്ഞത്. നൈരാശ്യത്തോടെ കണ്ണുകൾ ഉടൻ പിൻവലിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ രേണുകയ്ക്ക് തൻ്റെ സ്നേഹിതയായ ത്രേസ്യയെ ഓർമ്മ വന്നു. സിംഗപ്പൂരിലേക്ക് പോകുന്നുവെന്ന് കേട്ടയുടനെ ത്രേസ്യ പറഞ്ഞ വാക്കുകളും. രേണു, ഒരു സിംഗപ്പൂർക്കാരനെ വിവാഹം ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കരുത്. സിംഗപ്പൂരിൽ ശൃംഗാരികളായ ചീനക്കാരും മലേഷ്യക്കാരും ധാരാളമുണ്ടെന്ന് ത്രേസ്യ പറഞ്ഞു. അവർ ഭർത്താവ് ഒന്നിച്ച് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ ഒരാൾ തൻ്റെ പൃഷ്ഠഭാഗത്ത് നുള്ളി നോവിച്ചതായി ത്രേസ്യ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ പുറംതിരിഞ്ഞ് ഓടുന്നത് മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ. ആദ്യം മദ്രാസിലെത്തി. അവിടെ ഒരു പഴയ സതീർത്ഥിയോടൊപ്പം രാത്രി ചെലവഴിച്ച് പിറ്റേ ദിവസം സിംഗപ്പൂർക്ക് പോവാനായിരുന്നു നിശ്ചയിച്ചത്. വൈകുന്നേരം ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ സ്നേഹിത പറഞ്ഞു, രേണു, ഈ ബാത്റൂം ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് നീ സിംഗപ്പൂരിൽ ഇറങ്ങിയാൽ ഞങ്ങൾ ഇന്ത്യക്കാരികളെല്ലാം അപമാനിതരാകും. നല്ല തോൽ കൊണ്ട് നിർമ്മിച്ച ഷൂസുകൾ ധരിക്കാതെ പറ്റില്ല. ഹവായ് ചെരുപ്പുകൾ കടലാസിൽ പൊതിഞ്ഞ് സ്നേഹിത കാണാതെ രേണുക ഒരു പൊതിയിൽ ഒളിപ്പിച്ചു വെച്ചു. സ്നേഹിത തെരഞ്ഞെടുത്തു തന്ന ചെരുപ്പുകളിൽ തൻ്റെ വിങ്ങിയ കാലടികൾ കുത്തിത്തിരുകി. വിരലുകൾ ചതഞ്ഞു പോകുന്നതായി രേണുകയ്ക്ക് തോന്നി. ഉപ്പൂറ്റിയുടെ ഉയരം കാരണം അവരുടെ നടത്തത്തിന് ഒരു പതറിച്ച വന്നു ചേർന്നു. ഞാൻ വീഴുമോ? അവർ സന്ദേഹത്തോടെ സ്നേഹിതയോട് ചോദിച്ചു. ആ ഷൂസുകൾ ധരിച്ച് നടക്കുവാൻ 1.5 മണിക്കൂറിൻ്റെ പരിശീലനം സ്നേഹിത നൽകി. എന്നിട്ടും കാലിൻ്റെ വേദന കൂടി വന്നു. കാലടികളിൽ നീരും വന്നു. കാലിൻ്റെ വേദന വർദ്ധിക്കും തോറും മനസ്സിലും അവ്യക്തമായ ഒരസ്വസ്ഥത വർദ്ധിച്ചു വന്നു. താൻ എന്തു സാഹസമാണ് കാണിക്കുന്നത്? ഹൃദ്രോഗവും രക്തസമ്മർദ്ദത്തിൻ്റെ തലവേദനയും പ്രമേഹവും അവയ്ക്ക് പുറമെ മരുന്നുകൾ നിത്യേന കഴിച്ചതിൻ്റെ ഫലമായി വന്നു ചേർന്ന ക്ഷീണാധിക്യവും പേറിക്കൊണ്ട് താൻ എന്തിനായി ഒരപരിചിത രാജ്യത്തിലേക്ക് പറക്കുന്നു? ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ബുദ്ധിരാക്ഷസന്മാർ താൻ വായിക്കാൻ പോകുന്ന പേപ്പറിൻ്റെ സാധാരണത്വത്തെപ്പറ്റി അന്യോന്യം പറഞ്ഞ് തന്നെ പരിഹസിക്കുകയില്ലേ? തൻ്റേതായ ഒരു ഫോർമുലയോ ഒരു കണ്ടുപിടുത്തമോ ആ സഭയിൽ താൻ അവതരിപ്പിക്കുകയില്ല. വിചിത്രമായ ഒരു ഇന്ത്യൻ പട്ടുസാരി ധരിച്ച ഒരു സ്ത്രീ തെന്നിന്ത്യൻ ഉച്ചാരണത്തോടെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പുലമ്പുന്നു എന്ന് മാത്രമേ ബാക്കിയുള്ളവർ ചിന്തിക്കുകയുള്ളൂ. താൻ വാസ്തവത്തിൽ ആരെ ബോധിപ്പിക്കുവാനാണ് ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്? കുറേ കാലമായി താനുമായി ഇടപഴകി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ തന്നെ മനസ്സിലാക്കി തന്നവരിൽ തെല്ലൊരസൂയ ഉണർത്തുവാൻ മാത്രമായാണോ തൻ്റെ യാത്ര? തൻ്റെ പേപ്പർ വായന, ഇറുകിയ ഷൂസ് ധരിച്ചുകൊണ്ടുള്ള നടത്തം. നീ വെറുമൊരു വിഡ്ഢിയാണ് രേണുകാദേവി തന്നോട് തന്നെ പറഞ്ഞു. അവരുടെ ആത്മകഥം കേട്ട് അടുത്ത് നിശബ്ദനായിരുന്നിരുന്ന യുവാവ് ഒരു തൂവൽ സ്പർശമെന്ന പോലെ മൃദുലമായ സ്വരത്തിൽ ചോദിച്ചു, മാഡം, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞുവോ? രേണുകയ്ക്ക് ലജ്ജ തോന്നി. വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ അവനവനോട് തന്നെ നടത്തുന്ന സംഭാഷണം. ഇല്ല, ഞാൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ആരോടെന്നില്ലാതെ ഞാൻ സംസാരിച്ചു പോകുന്നു, രേണുക പറഞ്ഞു. അതിനുശേഷം തൻ്റെ കടക്കണ്ടുകൊണ്ട് അവർ ആ യുവാവിനെ ഇടയ്ക്കിടയ്ക്ക് കടാക്ഷിച്ചു കൊണ്ടിരുന്നു. അയാൾ രേണുകയെ ഒട്ടും ശ്രദ്ധിച്ചതുമില്ല. പത്രം വായിച്ചു കൊണ്ടേയിരുന്നു. അയാൾ ഉപയോഗിച്ചിരുന്ന ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ ചെറുനാരങ്ങ ഗന്ധം ഹൃദ്യമായി തോന്നിയ രേണുക അയാളുടെ മുഖവും മുടിയും വസ്ത്രധാരണവും കൗതുകത്തോടെ നോക്കിക്കണ്ടു. അയാൾക്ക് ഏകദേശം 35 വയസ്സ് പ്രായമായിരിക്കുമെന്ന് അവർ ഊഹിച്ചു. വിയർപ്പിൽ സ്വല്പം നനഞ്ഞ ഒരു കടും നീല ഷർട്ടായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. വെളുത്ത കാലുറകളും ഷർട്ട് ബലിഷ്ഠമായ ശരീരത്തിൽ ഒട്ടിക്കിടന്നു. രക്തച്ചവിയുള്ള വായിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കടം തരാമോ? രേണുക ആ യുവാവിനോട് ചോദിച്ചു. അയാൾ ഉടനെ തന്നെ പത്രം മടക്കി രേണുകയ്ക്ക് നീട്ടി. അയാളുടെ മുഖത്ത് ഒരർദ്ധമന്ദഹാസം വിരിഞ്ഞു. വലത്തെ എഴുത്താണിപ്പല്ലിൻ്റെ അഗ്രം സ്വർണം കൊണ്ട് മൂടിയിരുന്നു. അത് അയാളുടെ രൂപലാവണ്യത്തെ അപൂർണമാക്കിയെന്ന് രേണുകയ്ക്ക് തോന്നി. ആ അപൂർണതയിൽ എന്തുകൊണ്ടോ അവർക്ക് ചാരിതാർത്ഥ്യം തോന്നി. നന്ദി, എനിക്കിന്ന് പത്രം വായിക്കുവാൻ സമയം കിട്ടിയില്ല, രേണുക പറഞ്ഞു. എനിക്കും, അയാൾ പറഞ്ഞു. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനല്ലേ? ഇംഗ്ലീഷ് ഉച്ചരിക്കുന്നതിലുള്ള വ്യത്യസ്തത കണ്ടുപിടിച്ച രേണുക ചോദിച്ചു. അല്ല, ഞാനൊരു മലേഷ്യക്കാരനാണ്. എൻ്റെ പേര് കിംസൂങ് എന്നാണ്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കല്യാണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. അയാൾ സിംഗപ്പൂരിൽ ഒരു ഇറക്കുമതി ബിസിനസ് നടത്തുന്ന മലയാളിയാണ്.
യുവാവ് പറഞ്ഞു. തന്നോട് സംസാരിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു സഹയാത്രികനെ ലഭിച്ചതിൽ രേണുക സന്തോഷിച്ചു. അയാളുടെ ഉച്ഛ്വാസത്തിൽ പടർന്ന സിഗരറ്റ് മണവും അവർക്ക് ഇഷ്ടപ്പെട്ടു. രേണുക താൻ ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ട് ഒരു പുറം രാജ്യത്തിലേക്ക് പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ യുവാവ് പുഞ്ചിരി തൂകി. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ നിങ്ങളെ കാഴ്ചകൾ കാണുവാനായി എൻ്റെ കാറിൽ പലയിടത്തും കൊണ്ടുപോകാം. എന്നെ വിശ്വസിക്കാമെങ്കിൽ. ചിരിച്ചുകൊണ്ട് അയാൾ രേണുകയോട് പറഞ്ഞു. കണ്ടാൽ ഒരു ചെന്നായ പോലെ അല്ല നിങ്ങൾ. ഇനി വാസ്തവത്തിൽ നിങ്ങൾ ഒരു ചെന്നായ ആണെങ്കിൽ തന്നെ ഞാനെന്തിനു പേടിക്കണം? ഞാൻ ചെറുപ്പമല്ല, സുന്ദരിയുമല്ല. റിസർവ് ബാങ്ക് അനുവദിച്ചു തന്ന $500 ഒരു നേർത്ത സ്വർണ്ണച്ചങ്ങലയും മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ചിരിച്ചു കുഴഞ്ഞുകൊണ്ട് രേണുക പ്രസ്താവിച്ചു. ചെറുപ്പക്കാരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ സുന്ദരിയല്ല എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ ഞാൻ എതിർക്കും, യുവാവ് പറഞ്ഞു. രേണുകയുടെ കവിളുകൾ തുടുത്തു. അവരുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. അവർ ഉടനടി വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളെ എതിരേൽക്കാൻ വിമാനത്താവളത്തിലേക്ക് ആരാണ് വരിക? ഭാര്യയോ അതോ ഓഫീസിലെ സഹപ്രവർത്തകരോ? എന്നെ എതിരേൽക്കുവാൻ ആരും വരില്ല. എനിക്ക് ഭാര്യയുമില്ല, സഹപ്രവർത്തകരുമില്ല. ഞാനൊരു പാവ സാഹിത്യകാരനാണ്, കവിതകൾ എഴുതാൻ ശ്രമിക്കുന്ന ഒരുത്തൻ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അയാൾ പറഞ്ഞു. ഞാൻ താമസിക്കാൻ പോകുന്നത് വെസ്റ്റിൻ പ്ലാസയിലാണ്. എല്ലാ പ്രതിനിധികളെയും ആ ഹോട്ടലിലാണ് സംഘാടകർ താമസിപ്പിക്കുക. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണോ ഈ ഹോട്ടൽ? രേണുക ചോദിച്ചു. ദൂരമൊന്നും കാര്യമാക്കി എടുക്കേണ്ടതില്ല. ഞാൻ ദിവസേന വൈകുന്നേരം അവിടെ വന്ന് നിങ്ങളെ കാഴ്ചകൾ കാണിക്കുവാൻ എൻ്റെ കാറിൽ കൊണ്ടുപോകാം. തിയേറ്ററോ ചൂതാട്ട സ്ഥലമോ കാബറയോ എന്താണ് കാണേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി, അയാൾ പറഞ്ഞു. രേണുക തൻ്റെ മുഖം പത്രത്തിന് പിന്നിൽ ഒളിപ്പിച്ചു. ക്യാബറ കാണുവാൻ താൻ പോവുമെന്ന് ഈ യുവാവ് തീരുമാനിച്ചത് എങ്ങനെ? തന്നെ കണ്ടാൽ അത്തരക്കാരിയാണെന്ന് ശങ്കിക്കുമോ? ക്യാബറ ഹോട്ടലുകളിൽ നിർത്തി കിട്ടുവാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയവളായ ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ അത്തരം അശ്ലീല ദൃശ്യങ്ങൾ കാണാൻ പോവുകയോ? ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ, രേണുക മന്ത്രിച്ചു. അവരുടെ കൈവിരലുകൾ ചെയിനിൽ തൂങ്ങിക്കിടന്ന ആലിലകൃഷ്ണൻ്റെ കുഞ്ഞോമന ശരീരം തലോടി ആത്മധൈര്യത്തിനായി. എനിക്ക് ക്യാമറയൊന്നും കാണാൻ ഇഷ്ടമില്ല, രേണുക തറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയിൽ കാണുന്ന ദൃശ്യങ്ങളല്ല, സിംഗപ്പൂർ ക്യാബറകളിൽ സ്ത്രീയും പുരുഷനും പങ്കെടുക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കണ്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും, മാഡം, യുവാവ് പറഞ്ഞു. ഞാൻ അത്തരക്കാരിയല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഒരു ക്യാബറെ വിരോധിയാണ്, രേണുക പറഞ്ഞു. തൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങുന്നുവെന്ന് അവർക്ക് തോന്നി. താൻ മറ്റൊരു സ്റ്റേറ്റിൽ ഇരിക്കേണ്ടതായിരുന്നു. വാൾഗർ ഫെലോ മനസ്സ് മന്ത്രിച്ചു. എത്ര സൗന്ദര്യമുണ്ടായിട്ട് ഫലമില്ലല്ലോ. ആളുടെ മനസ്സ് ഒരു കുപ്പത്തൊട്ടി പോലെ ആണെങ്കിൽ ഞാൻ ഇനി അയാളുടെ മുഖത്തേക്ക് നോക്കുകയില്ല. ഞാൻ ഇനി അയാളോട് ഒരിക്കലെങ്കിലും സംസാരിക്കുകയുമില്ല, രേണുക തന്നെത്താൻ പറഞ്ഞു. മാഡം, ഞാൻ ക്ഷമയാചിക്കുന്നു. ഞാനൊരു വിഡ്ഢിയാണ്. നിങ്ങളൊരു സാധാരണ സ്ത്രീയാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എൻ്റെ നാട്ടിലെ സ്ത്രീകൾക്ക് ക്യാബറകൾ കാണുവാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചു. തെറ്റുപറ്റിപ്പോയി, കിം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ശരി, ഇനി നമുക്ക് ആ വിഷയം മറക്കാം, രേണുക പറഞ്ഞു. ഞാൻ ഹോട്ടലിലേക്ക് എപ്പോഴാണ് വരേണ്ടത്? കിം ചോദിച്ചു. നാളെ മീറ്റിംഗ് അവസാനിക്കുമ്പോഴേക്കും വൈകുന്നേരമാകും. പിന്നീട് 7:30 മണിക്ക് ഒരു അത്താഴ വിരുന്നുമുണ്ട്. ധനകാര്യമന്ത്രിയായിരിക്കും ഞങ്ങളുടെ ആതിഥേയൻ. അതിന് പോവാതെ വയ്യ. മറ്റന്നാൾ വൈകുന്നേരം 6:30 മണിക്ക് വന്നാൽ നമുക്ക് ഒന്നിച്ച് പുറത്തു പോവാം, രേണുക പറഞ്ഞു. ചാങ്കി എന്നറിയപ്പെടുന്ന സിംഗപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ രേണുകാദേവി ഭയന്നുപോയി. എത്ര വിശാലവും ഭീതിജനകവുമായ ഒരു ലോകം! തൻ്റെ കൂടെ ആ നാട്ടുകാരനായ കിം ഉണ്ടായത് പരമഭാഗ്യമെന്ന് അവർക്ക് മനസ്സിലായി. യന്ത്രപാവകൾ എന്ന പോലെ വികാരരഹിതരായ മനുഷ്യർ എസ്കലേറ്ററിൽ നിശ്ചലരായി നിൽക്കുന്നത് രേണുക നോക്കിക്കണ്ടു. എവിടെ നോക്കിയാലും ചിരിക്കാത്ത മനുഷ്യർ. മരുഭൂമിയിൽ പൂഴിയിൽ കൂടി നടക്കുമ്പോഴെന്ന പോലെ ഞെരിയാണികളെ ക്ഷീണിപ്പിക്കുന്ന രോമപരവതാനികൾ. എത്ര എണ്ണിയാലും അവസാനിക്കാത്ത കവാടങ്ങൾ. രേണുക അമ്പരന്നു. ഈ വൃത്തി, ഈ അച്ചടക്കം, ഈ അക്ഷോഭ്യത, ഇതെല്ലാം മനുഷ്യലോകത്തിൽ കാണാനിടയില്ല. താൻ മരിച്ച് പരലോകത്ത് എത്തിയിരിക്കുമോ? വിമാനത്താവളത്തിലെ നീല വെളിച്ചത്തിൽ കിം എന്ന യുവാവിൻ്റെ മുഖം ഒരു പൂർണ്ണചന്ദ്രൻ്റെ നിറം ദത്തെടുത്തു. അയാൾ പുഞ്ചിരിയോടെ തൻ്റെ കൈ നീട്ടി.
എൻ്റെ കൈ പിടിക്കൂ, അയാൾ പറഞ്ഞു. രേണുക സന്തോഷത്തോടെ തൻ്റെ വിറയ്ക്കുന്ന കൈത്തലം അയാളുടെ കൈപ്പിടിയിൽ ഒതുക്കി. പ്രൊഫസർ രേണുകാദേവി എന്ന 2 അക്ഷരങ്ങൾ ചോക്കിൽ എഴുതിയ ഒരു സ്ലേറ്റും പിടിച്ചുകൊണ്ട് ഒരു മെലിഞ്ഞ ചീനക്കാരി അവിടെ ഉലാത്തിയിരുന്നു. അതാ നിങ്ങളെ തേടി ഒരാൾ വന്നിരിക്കുന്നു, കിം മന്ത്രിച്ചു. അവർ മുന്നോട്ട് നീങ്ങി. സിംഗപ്പൂർക്ക് സ്വാഗതം പ്രൊഫസർ, ചീനക്കാരി പറഞ്ഞു. പിന്നീട് കാണാമെന്ന് പ്രതിജ്ഞ ചെയ്ത് കിം ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. ചീനക്കാരിയോടൊത്ത് വെസ്റ്റിൻ ഹോട്ടലിലെത്തിയപ്പോൾ നേരം 5:30 മുറിയിൽ തനിച്ചായപ്പോൾ രേണുക കുറേ നേരം ക്ഷീണം തീർക്കുവാനായി കട്ടിലിൽ മലർന്നു കിടന്നു. ആ മുറിയിലെ ഇരട്ടക്കട്ടിലും വിളക്കുകളും മിനി ഫ്രിഡ്ജും പൂവെച്ച പാത്രങ്ങളും എഴുത്തുമേശയും സോഫയും TV സെറ്റും എല്ലാം തന്നെ രേണുകയ്ക്ക് ഇഷ്ടമായി. എന്തോ ഒരു സുഗന്ധവും ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു. തന്നെ കൂടാതെ ഇന്ത്യയിൽ നിന്ന് വേറെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനില്ലാത്തത് ഒരു ഭാഗ്യമായി രേണുക കണക്കാക്കി. താൻ കിം എന്ന യുവാവും ഒന്നിച്ച് കാഴ്ചകൾ കാണുവാൻ തിരിച്ചാൽ ഇന്ത്യക്കാർ തെറ്റിദ്ധരിച്ചേക്കാം. താനും ആ യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസമൊന്നും ഏഷണിപ്രിയർ ഗൗനിക്കുകയുമില്ല. ബാത്ത് ടബിൽ അടുത്തു കണ്ട ഫോം വെള്ളത്തിൽ കലക്കി സുഖമായി കിടന്നപ്പോൾ രേണുകയുടെ മാംസപേശികൾക്ക് ഒരയവ് അനുഭവപ്പെട്ടു. ആ സുഖാനുഭവം അവരുടെ കണ്ണുകളെ താനെ അടപ്പിച്ചു. എത്ര നേരം ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ കിടന്നുവെന്ന് രേണുകയ്ക്ക് തന്നെ അറിയാൻ സാധിച്ചില്ല. ഒടുവിൽ സുഗന്ധിയായ ശരീരത്തെ തുടപ്പിച്ച് പുതിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് നനഞ്ഞ മുടി അഴിച്ചിട്ടുകൊണ്ട് അവർ ഹോട്ടലിലെ കാഴ്ചകൾ നോക്കിക്കാണുവാനായി എല്ലാ നിലയിലും ഉലാത്തുവാൻ തുടങ്ങി. ചുവട്ടിലായിരുന്നു വസ്ത്രങ്ങൾ, സുഗന്ധ സാമഗ്രികൾ മുതലായവ വിൽക്കുന്ന ഷോപ്പുകൾ. 6ാം നിലയിലായിരുന്നു ബ്യൂട്ടി പാർലർ. താൻ അതിൻ്റെ മുമ്പിൽ 1-2 നിമിഷങ്ങൾ വെറുതെ നിന്നതുകൊണ്ടാവാം അതിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന ചീനൻ പുഞ്ചിരി തൂകിയതെന്ന് രേണുകയ്ക്ക് തോന്നി. വരൂ മാഡം, ഞങ്ങൾ നിങ്ങളുടെ മുടിയിൽ അല്പം ഡൈ പുരട്ടി കഴുകിത്തരാം. എത്ര മനോഹരമാണ് നിങ്ങളുടെ നീണ്ടു ചുരുണ്ട മുടി, ചീനൻ കറുത്ത പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേണുക അകത്തേക്ക് പ്രവേശിച്ചു. ഡൈ ഉപയോഗിച്ചു കഴുകിക്കഴിഞ്ഞപ്പോൾ രേണുക കണ്ണാടിയിൽ തൻ്റെ പ്രതിഫലനം സന്തോഷത്തോടെ നോക്കിക്കണ്ടു. യുവതിയെ പോലെ ഇരിക്കുന്നു താനെന്ന് അവർ മനസ്സിലാക്കി. മാഡം, നിങ്ങൾക്ക് ഫേഷ്യൽ ഞാൻ തരട്ടെ, ചീനൻ ചോദിച്ചു. സൗന്ദര്യവർദ്ധനവിന് പണം ചെലവാക്കുന്നതിനെ പറ്റിയും സ്ത്രീകളുടെ ആഡംബര ഭ്രമത്തെപ്പറ്റിയും നിന്നയോടെ മാത്രമേ ഞാൻ കേരളത്തിൽ വെച്ച് പ്രസംഗിക്കാറുള്ളൂ എന്ന് ആ നിമിഷത്തിൽ രേണുക ഓർമ്മിച്ചു. പക്ഷേ സിംഗപ്പൂരിൽ വെച്ച് താൻ വ്യത്യസ്തമായൊരു അവതാരം സ്വീകരിച്ചു കഴിഞ്ഞു. മുടി അഴിച്ചിടുമ്പോൾ, ബ്ര ഊരിക്കളയുമ്പോൾ, ഷൂസുകൾ കാലിൽ നിന്ന് നീക്കുമ്പോൾ ആർക്കും ലഭിക്കുന്ന നിർവൃതി അവർ അനുഭവിക്കുകയായിരുന്നു. ചീനൻ്റെ വിരൽ തുമ്പുകൾ രേണുകയുടെ മുഖത്ത് താളം പിടിച്ചു. അയാൾ തൊലി മിനുസമാക്കുവാൻ തേച്ചു പിടിപ്പിച്ച ലേപനത്തിൻ്റെ സുഗന്ധവും വിരലുകളുടെ നിരന്തരമായ നൃത്തവും അവരെ ഒരു മയക്കത്തിൽ വീഴ്ത്തി. എത്ര ശ്രമിച്ചാലും കണ്ണുകൾ തുറക്കുന്നുമില്ല. താൻ നിദ്രയുടെ പാതാളങ്ങളിലേക്ക് തെന്നി പോകുന്നുവെന്ന് രേണുകയ്ക്ക് തോന്നി. എനിക്ക് ഉറക്കം വരുന്നു, അവർ പരാതിപ്പെട്ടു. ചീനൻ്റെ വിയർപ്പിൻ്റെ ഗന്ധകമണം മുഖലേപനത്തിൻ്റെ സുഗന്ധത്തോടൊപ്പം അവരുടെ നാസാരന്ധ്രങ്ങളിൽ തത്തിക്കളിച്ചു. രേണുക തൻ്റെ കാൽവിരലുകളെ ചെരുപ്പുകളിൽ നിന്ന് സ്വതന്ത്രമാക്കി. അവർ കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. ഫേഷ്യലും ആവി തട്ടിക്കലും കഴിഞ്ഞപ്പോൾ ചീനൻ അവരുടെ മുഖം നനുത്തതും നനഞ്ഞതുമായ കളിമണ്ണാൽ പൊതിഞ്ഞു. മണ്ണ് ഉണങ്ങിയപ്പോൾ അത് ഒരു മുഖംമൂടിയായി മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ പഞ്ഞിക്കഷ്ണങ്ങൾ പനിനീരിൽ മുക്കി അതെല്ലാം തന്നെ സാവധാനം തുടച്ചു. അവർ ചിന്തിച്ചു, ഇത്രയും കാലം വളർത്തിക്കാത്തു സൂക്ഷിച്ച സംയമനം പെട്ടെന്ന് ഒരു ദിവസം കാറ്റിൽ പറത്തുവാൻ തനിക്ക് സാധിക്കുമോ? തൻ്റെ സദാചാര സൂക്തങ്ങൾക്ക് ഇനി ഒരിക്കലും പ്രസക്തി ഉണ്ടാവില്ലെന്നോ? ഒരിക്കൽ ശിവ ഒരു സഹപാഠിയോടൊപ്പം സന്ധ്യാസമയത്ത് രേണുകയുടെ വീട്ടിൽ വന്നു കയറി. അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി അവൾ അയാളെ സൽക്കരിച്ചു. ആ വിദ്യാർത്ഥി പോയിക്കഴിഞ്ഞപ്പോൾ താൻ ശിവയെ ശകാരിച്ചതും അവളുടെ മനസാക്ഷിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതും രേണുക ഓർത്തു. അതെ, കിം വരുമ്പോൾ ഇനിമേലിൽ താൻ ഒരു ജ്യേഷ്ഠത്തിയുടെ ഭാവം കൈക്കൊള്ളണം. ഒരാൾക്കും കീഴടങ്ങാത്ത തൻ്റെ ശരീരം ശൃംഗാര കണ്ണുകളുള്ള ഒരു വിദേശീയനും ഒരിക്കലും കാഴ്ചവെച്ചുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ ശരി, 10 മിനിറ്റിൽ ഞാൻ ഡ്രസ് ചെയ്ത് ചുവട്ടിലേക്ക് വരാം. എനിക്ക് കാപ്പി ഓർഡർ ചെയ്തുകൊള്ളൂ. പാലും വേണം, പഞ്ചസാരയും വേണം, രേണുക ഫോണിൽ പറഞ്ഞു.
തൻ്റെ സ്വന്തം സ്വരം അപരിചിത സ്വരമായി രൂപാന്തരപ്പെടുന്നു എന്ന് അവർ ശങ്കിച്ചു. ധൃതിയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ രേണുകയ്ക്ക് ഒരു തലക്കറക്കം അനുഭവപ്പെട്ടു. താനൊരു രോഗിണിയാണെന്ന കാര്യം വീണ്ടും അവർക്ക് ഓർമ്മ വന്നു. മുഖം കഴുകി പല്ല് തേച്ച് രേണുക വാതിലും പൂട്ടി താക്കോലും എടുത്ത് കോഫി ബാറിലേക്ക് ചെന്നു. ലിഫ്റ്റ് നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം ഗ്രഹങ്ങളുടെ നീക്കത്തിൻ്റെയും തിരച്ചിലിൻ്റെയും ശബ്ദത്തെ അനുസ്മരിപ്പിച്ചു. താൻ ആകാശത്ത് നിന്ന് പറന്ന് ചുവട്ടിലേക്ക് എത്തുകയാണെന്ന് രേണുകയ്ക്ക് തോന്നി. തനിക്ക് ആകാശം പ്രദാനം ചെയ്യുന്ന സൗഖ്യങ്ങൾ ആവശ്യമില്ല. കോഫി ബാറിൽ ഒരു പളുങ്കുപാത്രത്തിന് പിന്നിൽ ചുവന്ന പനിനീർ പൂക്കളാൽ പകുതി മുഖവും മറച്ച നിലയിൽ കിം ഇരുന്നിരുന്നു. വിശാലമായ ആ നെറ്റി കണ്ടയുടനെ രേണുകയ്ക്ക് ആളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തൻ്റെ കാലടികൾക്ക് ചിറകുകൾ മുളച്ചുവോ? എത്ര വേഗത്തിലാണ് താൻ ആ യുവാവിൻ്റെ മുമ്പിൽ ചെന്നെത്തിയത്! ഒരു പൂവ് പൊട്ടിച്ചെടുത്ത് കിം രേണുകയ്ക്ക് നീട്ടി. എൻ്റെ ആദ്യത്തെ സമ്മാനം, അയാൾ മന്ത്രിച്ചു. അയാളുടെ കപോലങ്ങളുടെ ചുവപ്പ് രേണുക കൃതാർത്ഥതയോടെ നോക്കിക്കണ്ടു. ലോകമെന്തെന്നറിയാവുന്നവനും അനവധി സ്ത്രീകളുമായി വീഴ്ചയുണ്ടായവനുമാണ് എന്ന് താൻ കരുതിയ കിം സൂങ് ഒടുവിൽ തന്നെ ഒരു അനാഘ്രാത കുസുമമാണെന്ന് വരുമോ? നീലപ്പട്ടും ധരിച്ചു വന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒരു മയിലിനെയാണ് ഓർമ്മ വരുന്നത്. മയിലെന്ന പക്ഷിയല്ല, മയിൽ പോലെ നീലച്ച കടലിനെ ഞാൻ ഓർക്കുന്നു. ഒരു ജർമ്മൻ തത്വജ്ഞാനിയായ നീഷെ പണ്ടൊരിക്കൽ കടലിനെ വിളിച്ചു മയിലുകളിൽ മയിലായ കടലേ എന്ന്. വേലിയേറ്റത്തിൽ ചിറകുകൾ വിരുത്തി കടലും ആടാറില്ലേ? കിം ചോദിച്ചു. നിങ്ങൾ കവിത എഴുതാറുണ്ട്, രേണുക അയാളോട് പറഞ്ഞു. എൻ്റെ രഹസ്യം നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു. അതേ, ഞാനൊരു കവിയാണ്. 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. റാഫിൾസ് ഹോട്ടലിൽ മറ്റു പ്രതിനിധികളോടൊപ്പം ഇരുന്നപ്പോൾ മാത്രമല്ല, മൈക്കിലൂടെ തൻ്റെ പേപ്പർ വായിക്കുമ്പോഴും രേണുകയുടെ മനസ്സിൽ കിം എന്ന യുവാവിനെക്കുറിച്ചുള്ള ചിന്തകൾ തിങ്ങി വിങ്ങിക്കൊണ്ടേയിരുന്നു. രേണുക വിചാരിച്ചു. ചുറ്റുമിരുന്നിരുന്ന പ്രതിനിധികൾ അവരെ നോക്കി പുരികങ്ങൾ ഉയർത്തി. മാഡം, താങ്കൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞുവോ? അടുത്തിരുന്നിരുന്ന ഒരു ജപ്പാൻകാരൻ ഉറക്കെ ചോദിച്ചു. ഇല്ല, രേണുക പിറുപിറുത്തു. എനിക്ക് ഇന്ത്യയിലെ സ്ത്രീകളോട് അതീവ ബഹുമാനമുണ്ട്. അവരുടെ ചാരിത്രശുദ്ധിയെപ്പറ്റി ജപ്പാനിലുള്ളവർക്കറിയാം. എൻ്റെ പേര് ഷോസു എന്നാണ്, ഡോക്ടർ ഷോസു, ആ വൃദ്ധൻ പറഞ്ഞു. പരിചയപ്പെടുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, രേണുക പറഞ്ഞു. മാഡം, താങ്കളുടെ പ്രസംഗം ഉജ്ജ്വലമായിരുന്നു, ഡോക്ടർ ഷോസു പറഞ്ഞു. കൈകൊണ്ട് പ്രഹരിച്ചാൽ പാടെ തകർന്നു പോകുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദുർബല ശരീരമായിരുന്നു ആ ജപ്പാൻകാരൻ. പിന്നീട് രേണുക താൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ലോബിയിൽ കിതപ്പോടെ വന്നു കയറി. റിസപ്ഷൻ കൗണ്ടറിൽ നിന്ന് താക്കോൽ മേടിച്ചപ്പോൾ അവിടെ നിന്നിരുന്ന യുവതി പറഞ്ഞു. മാഡം, നിങ്ങൾക്ക് ഒരു പൂച്ചെണ്ടും ഒരു സന്ദേശവും ഒരാൾ ഇവിടെ വെച്ച് പോയിരിക്കുന്നു. രേണുക ചുവന്ന പനിനീർ പൂവുകൾ മാത്രമുള്ള പൂച്ചെണ്ടും അതിൽ പിടിപ്പിച്ച കാർഡും പേറിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. പൂച്ചെണ്ട് അയച്ചതിൽ കിമ്മിനോട് അവർക്ക് നീരസമാണ് തോന്നിയത്. തങ്ങളുടെ മൈത്രിയെപ്പറ്റി എന്തിനായി ഈ ഹോട്ടലിൽ വിളംബരം ചെയ്യുന്നു? കൗണ്ടറിൽ നിന്ന യുവതി ചിരി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി തനിക്ക് തോന്നിപ്പോയി. രേണുക ആ പൂച്ചെണ്ട് വയ്ക്കുവാൻ ഒരു പാത്രം തിരഞ്ഞു. മുറിയിലോ ബാത്റൂമിലോ പൂ വയ്ക്കുവാൻ തക്ക വലിപ്പമുള്ള ഒരു പാത്രവും അവർ കണ്ടില്ല. ഒടുവിൽ അത് സോഫയിൽ ചാരി വെച്ചു. സമയം പാഴാക്കുന്നതിൽ ഉള്ള വൈമനസ്യം മാത്രം ശിവയ്ക്ക് ഒരു കത്തെഴുതണമെന്ന് അവർ തീരുമാനിച്ചു. അവിശ്വസനീയമായ ആനന്ദമെന്ന് താൻ സിംഗപ്പൂരിൽ അനുഭവിക്കുന്നതെന്ന് അവൾ എഴുതി. തൻ്റെ ജീവിത വീക്ഷണം പാടെ മാറുന്നതായി തനിക്ക് തോന്നുന്നു. നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാം എന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും വാതിൽക്കൽ കിം എത്തിക്കഴിഞ്ഞു. ചാരനിറമുള്ള കാലുറകളും വെള്ള പട്ടുഷർട്ടും ധരിച്ച്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കഥാനായിക പോലെ ഇരിക്കുന്നു നിങ്ങൾ, അയാൾ അവരെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ടാഗോറിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ടോ? രേണുക ചോദിച്ചു. ഇംഗ്ലീഷിൽ പരിവർത്തനം ചെയ്ത കഥകൾ വായിച്ചിട്ടുണ്ട്. 12 വർഷം മുമ്പ് ഞാൻ ശാന്തിനികേതനിൽ പോയി ഒരു തീർത്ഥാടകൻ്റെ നിലയിൽ ഡോക്ടർ പ്രഭാത മുഖർജിയുടെ ഗൃഹത്തിൽ അതിഥിയായി താമസിക്കുകയും ചെയ്തു, കിം പറഞ്ഞു. കിം, നിങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു മിത്രമാണ്. മിത്രം മാത്രമല്ല, കാമുകനും. കണ്ണുകളിൽ വിരിയുന്ന മന്ദഹാസത്തോടെ അയാൾ പ്രതിവചിച്ചു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ തൻ്റെ മുഖം രേണുകയുടെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു. ദാഹിക്കുന്നവൻ വെള്ളം ധൃതിയിൽ മോന്തുന്നതുപോലെ മുടിയുടെ സൗരഭ്യം അയാൾ ആർത്തിയോടെ മണത്തറിഞ്ഞു. വാതില് പൂട്ടിയിട്ടില്ല, രേണുക പറഞ്ഞു.
അയാൾ വാതിൽക്കലേക്ക് നടക്കുമ്പോൾ രേണുക തൻ്റെ വാക്കുകളെ ഓർത്ത് പശ്ചാത്തപിച്ചു. പൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും അയാൾക്ക് അനുവദിക്കാമെന്നല്ലേ തൻ്റെ വാക്കുകൾ വിളംബരപ്പെടുത്തുന്നത്? പിന്നീട് അയാളുടെ ആജ്ഞകൾ അനുസരിച്ച് നീങ്ങുന്ന ഒരു പാവ മാത്രമായി മാറി രേണുക. അയാളോട് ഒന്നിച്ച് നീന്തുവാൻ അവർ തയ്യാറായി. അവർ ഒന്നിച്ച് കാസിനോവിൽ പോയി ചൂതാട്ടത്തിൽ പണം തുലച്ചു. കാബ്രയിൽ പോയി നഗ്നമിഥുനങ്ങളെ കണ്ടപ്പോഴും രേണുക ശിവനെയും പാർവതിയെയും മാത്രം ഓർത്തു. എല്ലാ രാത്രിയും ഹോട്ടലിലെ പരിചാരകരുടെ കണ്ണു വെട്ടിച്ച് കിം രേണുകയുടെ മുറിയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. അയാളുടെ വാക്കുകൾ സദാസമയവും അവരുടെ കാതിൽ മാറ്റൊലിക്കൊണ്ടു. അനശ്വര വസ്തുക്കളെ മാത്രം സ്നേഹിക്കണമെന്ന് നീ പറയുന്നു രേണുക. നശ്വര വസ്തുക്കളാണ് സ്നേഹം അർഹിക്കുന്നത്. ഇതൾ കൊഴിയാറായ പൂവിനെ ഞാൻ സ്നേഹിക്കുന്നു, അസ്തമിക്കാറായ സൂര്യനെ. 24-ാം തീയതി തൻ്റെ വലിയമ്മയെ എതിരേൽക്കുവാൻ ശിവ വിമാനത്താവളത്തിലെത്തി. വലിയമ്മയുടെ കത്തിൽ തൻ്റെ മടക്കയാത്രയെപ്പറ്റി മറ്റാരെയും അറിയിക്കേണ്ടെന്ന് അവർ എഴുതിയിരുന്നു. അവിടെ എത്തിയതിനു ശേഷം 2 ദിവസത്തിനകം എഴുതിയ കത്താണ് ശിവയ്ക്ക് 23-ാം തീയതി ഉച്ചയ്ക്ക് കിട്ടിയത്. തൻ്റെ ജീവിത വീക്ഷണം തന്നെ മാറുന്നുവെന്ന് രേണുക എഴുതിയിരുന്നു. ശിവ ആ വാക്കുകൾ ഓർത്ത് മന്ദഹസിച്ചു. വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീ പുരുഷന്മാരിൽ ശിവ തൻ്റെ വലിയമ്മയെ തിരഞ്ഞു. അവരെ കണ്ടില്ല. യാത്രയുടെ തീയതി മാറ്റിയിരിക്കുമോ? അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻക്വയറി കൗണ്ടറിൽ നിന്ന് മൈക്കിലൂടെ ഒരു സന്ദേശം ഉയർന്നു. പ്രൊഫസർ രേണുകാദേവിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടോ? ശിവ അവിടേക്ക് ഓടിയെത്തി. വലിയമ്മ വല്ല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങിയതുകൊണ്ട് കസ്റ്റംസുകാർ അവരെ ശല്യപ്പെടുത്തുകയാണോ? അല്പം കോപത്തോടെ അവൾ കൗണ്ടറിൽ കണ്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു. എന്താണ് പ്രശ്നം? നിങ്ങൾ ആരാണ്? ഒരാൾ ചോദിച്ചു. ഞാൻ പ്രൊഫസർ രേണുകാദേവിയുടെ അനന്തരവൾ ശിവയാണ്. പ്രൊഫസർ രേണുകാദേവി മിനിയാന്ന് രാത്രി സിംഗപ്പൂരിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരിച്ചുവെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അവരുടെ ശവം മദിരാശിയിൽ നിന്ന് വന്ന വിമാനത്തിൽ നിന്ന് ഇപ്പോൾ ഇറക്കുന്നതാണ്. നിങ്ങൾക്കത് ഏറ്റുവാങ്ങാം, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശിവ മരവിച്ചു നിന്നുപോയി. പിന്നീട് ബന്ധുക്കളെയും മിത്രങ്ങളെയും ഫോൺ ചെയ്യുവാൻ അവർ ഒരുങ്ങി. ഫോൺ ചെയ്തതിന് കൂലി കൊടുക്കുവാൻ തൻ്റെ സഞ്ചി തുറന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അവളെ വിലക്കി. വേണ്ട, ഈ ചെലവ് ഞങ്ങൾ വഹിച്ചുകൊള്ളാം, അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് നന്ദി, ശിവ പിറുപിറുത്തു. പിന്നീട് ശവം വീട്ടിലെത്തി. അവിടെ വെച്ച് തെക്കോട്ട് ശ്മശാനത്തിലേക്കുള്ള ആ വിലാപയാത്രയിലും സാമൂഹിക പ്രവർത്തകരും മുൻ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥി നേതാക്കന്മാരും തങ്ങളുടെ ഖേദം പ്രകടിപ്പിച്ചു. വിലാപയാത്രയിൽ പങ്കെടുത്ത ഒരു മാന്യ സാഹിത്യകാരൻ ചുറ്റുമുള്ളവർ കേൾക്കെ പറഞ്ഞു, പ്രൊഫസർ രേണുകാദേവി നയിക്കുന്ന അവസാനത്തെ ജാഥ ഇതാണല്ലോ. ഒടുവിൽ വലിയമ്മയുടെ വീട്ടിൽ താനും ഒരു ഭൃത്യയും തനിച്ചായപ്പോൾ ശിവ സിംഗപ്പൂരിൽ നിന്ന് ഹോട്ടൽക്കാർ അയച്ച പെട്ടികൾ താക്കോൽ ഉപയോഗിച്ച് തുറന്നു. വലിയമ്മ ഷോപ്പിങ്ങിന് പോയതേയില്ല എന്ന് അവർക്ക് ഉടനെ മനസ്സിലായി. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ വസ്ത്രങ്ങളും ചീപ്പും സോപ്പുപെട്ടിയും മരുന്നുകുപ്പികളും മാത്രമേ പെട്ടികളിൽ ഉണ്ടായിരുന്നുള്ളൂ. പട്ടിസാരികളുടെ വാക്കുകൾ പൊടി പുരണ്ട് കറുത്തിരുന്നു. അവർ നിരത്തിൽ സാരികൾ അലക്കുശാലയിലേക്ക് കൊടുക്കുവാനായി ശിവ അവ വാരി ഒരു കൊട്ടയിലാക്കി വെച്ചു. പെട്ടിയിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടപ്പോൾ ഒരു പുരുഷന്റെ അടിവസ്ത്രങ്ങൾ ശിവ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ കണ്ടുപിടിച്ചു. വിയർപ്പുമണമുള്ള അടിവസ്ത്രങ്ങൾ. ഇവയെങ്ങനെ വലിയമ്മയുടെ പെട്ടിയിൽ വന്നെത്തി? തങ്ങൾ മുറിയിലും കുളിമുറിയിലും കണ്ട വസ്ത്രങ്ങളും മറ്റു സാമഗ്രികളും പെറുക്കി പെട്ടിയിലാക്കി അയക്കുന്നു എന്ന് ഹോട്ടലിൻ്റെ ഡെപ്യൂട്ടി മാനേജർ സാമാനങ്ങളോടൊപ്പം എത്തിയ കത്തിൽ എഴുതിയിരുന്നു. ശിവ ചിന്താവിഷ്ടയായി കുറേ നേരം അടിവസ്ത്രങ്ങളെ നോക്കിക്കൊണ്ട് വെറും നിലത്ത് ഇരുന്നു. എങ്ങനെ വിലക്ഷണങ്ങളായ ഈ വസ്തുക്കൾ വലിയമ്മയുടെ മുറിയിൽ വന്നുപെട്ടു? ഒടുവിൽ അവയെ ഒരു കടലാസിൽ പൊതിഞ്ഞ് ശിവ ഇരുട്ടിൽ കൂടി നടന്ന് റോഡിൻ്റെ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ആരോടെന്നില്ലാതെ മന്ത്രിച്ചു, പാവം വലിയമ്മ.